കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിലെ പ്രധാന ഒരു മാധ്യമ സ്ഥാപനമായ മാതൃഭൂമി അതിന്റെ ന്യൂസ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിപ്രായ സർവേയുടെ രണ്ടാം ഘട്ടം ഇന്നലെ പ്രസിദ്ധീകരിച്ചു. 35 മണ്ഡലങ്ങളുടെ ഫലമാണ് ഇന്നലെ പുറത്തുവിട്ടത്. വെള്ളിയാഴ്ച 35 മണ്ഡലങ്ങളിലെ ഫലം പുറത്തുവിട്ടിരുന്നു. അതിൽ UDF-നും LDF-നും 16 മണ്ഡലങ്ങളിൽ വീതം വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രവചിച്ചത്. 3 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടവും നടക്കുന്നു എന്നായിരുന്നു ആ സർവേയുടെ ഫലം. ആ 16 മണ്ഡലങ്ങൾ UDF വിജയിക്കുമ്പോൾ അതിൽ 9 മണ്ഡലങ്ങളും UDF LDF-ൽ നിന്നും പിടിച്ചെടുക്കുന്നവ ആയിരിക്കും എന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആ 35 മണ്ഡലങ്ങളിലെ ഫലം നോക്കുമ്പോൾ UDF-ന് LDF-ന് മേൽ വ്യക്തമായ മേധാവിത്വം ഉള്ളതായിട്ടാണ് ആ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ മറ്റ് 35 മണ്ഡലങ്ങളിലെ ഫലം കൂടി പുറത്തു വരുമ്പോൾ അവിടെയും UDF LDF-ന്റെ കേന്ദ്രങ്ങളിലേക്ക്, LDF-ന്റെ കോട്ടകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അട്ടിമറി വിജയങ്ങൾ നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF-ന്റെ 5 മണ്ഡലങ്ങൾ UDF തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച, അത്തരത്തിലൊരു സർവേ ഫലമാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ആ 5 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പത്തനംതിട്ടയിലെ തിരുവല്ല മണ്ഡലമാണ്, മറ്റൊന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ്, മൂന്നാമത്തേത് എറണാകുളം ജില്ലയിലെ കോതമംഗലം, 4 തൃശൂർ ജില്ലയിലെ മണലൂരും, 5 കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സൗത്ത് എന്നീ 5 LDF-ന്റെ സിറ്റിംഗ് മണ്ഡലങ്ങൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു പിടിക്കും. അവിടെ അട്ടിമറി വിജയം UDF സ്വന്തമാക്കും എന്ന് ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, ഈ തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ നിലവിൽ മാത്യു ടി തോമസ് ആണ് സിറ്റിംഗ് MLA. അദ്ദേഹം മുൻ മന്ത്രിയും ഒക്കെ തന്നെയായിരുന്നു. LDF-ലെ ഘടകകക്ഷിയായിട്ടുള്ള JDS-നാണ് ആ സീറ്റുള്ളത്. JDS-ന്റെ പ്രമുഖ നേതാവാണ് മാത്യു ടി തോമസ്. അദ്ദേഹം 2011 മുതൽ തുടർച്ചയായിട്ട് അവിടെ വിജയിക്കുന്ന ഒരു മണ്ഡലമാണത്. UDF-ന് പരമ്പരാഗത സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്യു ടി തോമസ് അവിടെ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല നിയമസഭാ മണ്ഡലം UDF മികച്ച വിജയത്തോടുകൂടി മികച്ച മാർജിനിൽ അത് തിരിച്ചു പിടിക്കുമെന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലും സമാനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ജോബ് മൈക്കിളാണ് നിലവിലെ സിറ്റിംഗ് MLA ചങ്ങനാശ്ശേരിയിൽ. അവിടെ UDF ഇത്തവണ ഉജ്ജ്വല വിജയം നേടും എന്ന് പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തോൽപ്പിച്ചുകൊണ്ട് UDF-ന് അവിടെ വിജയം നേടാൻ കഴിയും എന്നാണ് ആ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് എറണാകുളം ജില്ലയിലെ കോതമംഗലമാണ്. കോതമംഗലം LDF-ൽ CPM മത്സരിക്കുന്ന മണ്ഡലമാണ്. CPM-ന്റെ എറണാകുളം ജില്ലയിലെ ചുരുക്കം ചില സിറ്റിംഗ് മണ്ഡലങ്ങളിൽ ഒന്നാണ് കോതമംഗലം. അവിടെ CPM-ന്റെ ആന്റണി ജോൺ ആണ് സിറ്റിംഗ് MLA. കഴിഞ്ഞ 2 തവണയും 2016-ലും 2021-ലും തുടർച്ചയായിട്ട് 2 തവണയും ആന്റണി ജോൺ ആണ് അവിടെ മത്സരിച്ച് വിജയിച്ചത്. എറണാകുളം നമുക്കറിയാം UDF-ന്റെ ഒരു ഉറച്ച കോട്ടയാണ്. കോൺഗ്രസിന് വളരെയധികം സ്വാധീനമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. എറണാകുളത്ത് കോതമംഗലം ഈ പറയുന്ന പോലെ മുൻപ് UDF തുടർച്ചയായിട്ട് വിജയിച്ചിരുന്ന മണ്ഡലമാണ്. അത്തരത്തിൽ UDF-ന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ആന്റണി ജോൺ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അവിടെ വിജയിച്ച് കയറുകയായിരുന്നു. UDF-ലത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ ഇത്തവണ പക്ഷേ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ പറയുന്നത്. ആന്റണി ജോൺ ഇത്തവണ തോൽക്കും. വലിയ രീതിയിലൊരു തോൽവി ആന്റണി ജോണിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കോതമംഗലം ഏറെക്കാലത്തിന് ശേഷം, ഏതാണ്ട് 10 വർഷത്തിന് ശേഷം UDF തിരിച്ചു പിടിക്കും. അപ്പോൾ എറണാകുളം ജില്ലയിൽ UDF പ്രതീക്ഷിക്കുന്ന പോലെ വലിയ ഒരു ഉജ്ജ്വലമായ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 14 ജില്ലകൾ നോക്കുകയാണെങ്കിൽ UDF-ന് ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. സമഗ്ര ആധിപത്യമാണ് UDF അവിടെ നടത്തിയത്. അതിന്റെ തുടർച്ച വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഈ സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അതാണ് കഴിഞ്ഞ 2 തവണയായിട്ട് LDF ജയിച്ച, പ്രത്യേകിച്ചും CPM വിജയിച്ചു കൊണ്ടിരിക്കുന്ന കോതമംഗലം സീറ്റ് UDF ഇത്തവണ പിടിച്ചെടുക്കും എന്നുള്ള ഫലം അതിന്റെ ഒരു സൂചനയായിട്ട് തന്നെ നമുക്ക് കാണാം. അടുത്തത് മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ മണലൂരാണ്. മണലൂരും പറയുന്ന പോലെ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. മുരളി പെരുന്നെല്ലിയാണ് മണലൂരിലെ സിറ്റിംഗ് MLA. അവിടെയും LDF-ന് ഇത്തവണ അടിപതറും എന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മണലൂരിൽ ഇത്തവണ UDF-ന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ TN പ്രതാപനാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. അവിടെ ആ മണ്ഡലത്തിൽ നിലവിലെ MLA-ക്ക് വലിയൊരു ജനപിന്തുണ ഇല്ല എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ മാർക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 50% മാത്രമേ മുരളി പെരുന്നെല്ലിക്ക് അവിടെ ജനങ്ങൾ മാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾക്ക് വലിയൊരു താല്പര്യമില്ലാത്ത, ജനങ്ങൾ അധികം ഇഷ്ടപ്പെടാത്ത ഒരു MLA എന്ന നിലയിലാണ് മുരളി പെരുന്നെല്ലിയെ കാണുന്നത്.
പാർട്ടിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് MLA-ക്ക് ഇത്തവണ അവിടെ സീറ്റ് കൊടുക്കുന്നില്ല. ഈ CPM സിറ്റിംഗ് MLA-മാരിൽ മത്സരിപ്പിക്കാത്ത ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് മണ്ണല്ലൂർ. അവിടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള C. രവീന്ദ്രനാഥിനെ, പുതുക്കാട് മുൻ MLA ആയിരുന്നു അദ്ദേഹം, C. രവീന്ദ്രനാഥിനെ ഇറക്കിക്കൊണ്ടൊരു പരീക്ഷണത്തിനാണ് CPM ലക്ഷ്യമിടുന്നത്. അവിടെ TN പ്രതാപൻ, കോൺഗ്രസിന്റെ മുൻ MP-യും മുൻ MLA-മായിട്ടൊക്കെ ഇരുന്ന സമുന്നത നേതാവ്, AICC അംഗം കൂടിയായിട്ടുള്ള TN പ്രതാപിനെയാണ് കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത്. TN പ്രതാപൻ ഇതിനോടകം അവിടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മണലൂർ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് ഈ ഒരു സർവേ നടക്കുന്നത്. അവിടെ UDF അത്യുജ്വല വിജയം നേടും. അതായത് TN പ്രതാപൻ അവിടെ വലിയ വ്യക്തിപ്രഭാവമുള്ള ഒരു മണ്ഡലമാണത്. അവിടെ TN പ്രതാപിന്റെ മികവിൽ UDF വിജയിച്ച് കയറും എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. 5ാമത്തെ മണ്ഡലം UDF അട്ടിമറി വിജയം നേടും എന്ന് സർവേ പ്രവചിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലമാണ്. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇത്തവണ LDF-ന് കാലിടറും. കഴിഞ്ഞ തവണ LDF-ലെ INL-ലാണ് അവിടെ മത്സരിച്ചത്. അഹമ്മദ് ദേവർകോവിലാണ് അവിടെ വിജയിച്ചത്. UDF-ൽ നിന്നും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് രംഗത്തിറക്കിയത്. എന്നാൽ അവിടെ ആ വനിതാ സ്ഥാനാർത്ഥിക്ക് തോൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് മറ്റു പല കാരണങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ LDF-ന് അവിടെ തോൽവി നേരിടുമെന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. 2016 അത് മുസ്ലിം ലീഗ് ജയിച്ച മണ്ഡലമാണ്. മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് മുൻ മന്ത്രിയും സുമുന്നത നേതാവുമായിരുന്ന MK മുനീർ 2016 വിജയിച്ച മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത്. അവിടെ ഇത്തവണ MK മുനീർ ഒരുപക്ഷെ തിരിച്ചു വന്ന് മത്സരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അവിടെ LDF-ന് ഇത്തവണ അടിപാത്രം. LDF-ന്റെ ആ സിറ്റിംഗ് സീറ്റ് അവിടെ നഷ്ടപ്പെടും. പ്രത്യേകിച്ചും അവിടെ LDF-ലെ ഒരു ഘടകകക്ഷിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ സീറ്റ് UDF അത്യുജ്വല വിജയത്തോടു കൂടി പിടിച്ചെടുക്കും എന്ന സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ 5 മണ്ഡലങ്ങൾ ഇന്നലെ ഫലം പ്രഖ്യാപിച്ച 35-ൽ 5 മണ്ഡലങ്ങൾ UDF LDF-ൽ നിന്ന് തിരിച്ചു പിടിക്കും. അത്തരത്തിൽ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു UDF അനുകൂല തരംഗം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന സർവേ ഫലമാണ് 2 ദിവസങ്ങളായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസങ്ങളിലെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ആദ്യ ദിനത്തിലെ 35 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങൾ UDF LDF-ൽ നിന്നും പിടിച്ചെടുത്തവയാണ്. 2ാം ദിനത്തിൽ 5 മണ്ഡലങ്ങളും വിടുന്നുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 70 മണ്ഡലങ്ങളിലെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 14 മണ്ഡലങ്ങൾ UDF LDF-ൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് സർവേ ഫലങ്ങൾ വിലയിരുത്തുന്നത്. ആകെ 70 മണ്ഡലങ്ങളിൽ നോക്കുമ്പോൾ LDF-ന് 33 സീറ്റുകളിലാണ് ഒരു മേധാവിത്വം നൽകുന്നത്. ഈ തൊട്ടു പിന്നിൽ 32 സീറ്റുകളുമായിട്ട് UDF മുന്നിലുണ്ട്. കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ ഈ 70 മണ്ഡലങ്ങളിൽ 51 മണ്ഡലങ്ങൾ വിജയിക്കാൻ LDF-ന് കഴിഞ്ഞിരുന്നു. ആ സ്ഥാനത്താണ് 51-ൽ നിന്ന് 33-ലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നത്. അതായത് 18 മണ്ഡലങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. അതിൽ ഏതാണ്ട് 14 മണ്ഡലങ്ങളും UDF പിടിച്ചെടുക്കുകയാണ്. മറ്റ് 4 മണ്ഡലങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്. അതിൽ 4 എണ്ണത്തിലും LDF-ന് നേരിയ മേൽക്കൈയുണ്ട്. അത് 1 മുതൽ 3% വരെയുള്ള ഒരു വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ അത്ര 1 മുതൽ 3% വരെ ഒരു മേധാവിത്വം മാത്രമാണ് LDF-ന് ഉള്ളത്. അപ്പോൾ മൊത്തത്തിൽ 70 മണ്ഡലങ്ങളിലെ ഒരു ഫലപ്രഖ്യാപനത്തിന്റെ ചിത്രം നോക്കുകയാണെങ്കിൽ UDF വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും UDF-ന് ലഭിച്ചിരിക്കുന്ന 32 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും LDF-ൽ നിന്നും പിടിച്ചെടുത്തവയാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ UDF-ന് തങ്ങളുടെ ഒരു സിറ്റിംഗ് മണ്ഡലം പോലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. UDF-ന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്ത് മാത്രമാണ് ഏതാണ്ട് ഒരു ടൈറ്റ് ഫൈറ്റിന്റെ ഒരു ചിത്രം കാണുന്നത്. അവിടെ ഒരു 2% വോട്ടുകളുടെ വ്യത്യാസത്തിൽ UDF-ന് സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് സർവേ ഫലം പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ UDF അവകാശപ്പെടുന്ന പോലെ ഒരു തരംഗം, UDF അനുകൂല തരംഗം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ പറയുന്ന 14 LDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDF-ന് കഴിയുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. LDF-ന്റെ പരമ്പരാഗതമായിട്ട് LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 2 ടൈമിലായിട്ട് LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് CPM വിജയിക്കുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ UDF ഇത്തവണ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് സർവേ പറയുന്നു. മാത്രവുമല്ല LDF-ന്റെ വിജയിക്കുമെന്ന് പറയുന്ന ഈ 33 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും LDF-ന് വലിയ ഒരു മുന്നേറ്റത്തോടു കൂടി വിജയിക്കാൻ കഴിയുന്നില്ല. അവരുടെ വിജയ ശതമാനം അത് 5%-ലൊക്കെ താഴെയുള്ള ഒരു രീതിയിലാണ് അവിടെ LDF-ന് വിജയിക്കാൻ കഴിയുന്നതെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ LDF-ന് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതിന്റെ ഒരു സൂചനയാണ് ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു UDF അനുകൂല തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന നിലവിൽ LDF വിജയിക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ള 33 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും LDFന് കാലിടറും. കാരണം അവിടെ അവർക്ക് UDFുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പരമാവധി 5% വരെയൊക്കെ വോട്ടുകളുടെ വ്യത്യാസമാണുള്ളത്. അവിടെ ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ സീറ്റുകളും UDFന് അനായാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും 70 മണ്ഡലങ്ങളിലെ ഫലം പ്രവചിച്ചു കഴിയുമ്പോൾ LDFന്റെ 14 സിറ്റിംഗ് സീറ്റുകൾ UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടായ UDFന്റെ ഒരു മുന്നേറ്റം, ആ തരംഗം, ആ UDF തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തരംഗം തന്നെയാകും ഉണ്ടാവുക എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേ ഫലം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 70 മണ്ഡലങ്ങളിലെ പ്രവചനം ഇനി നടക്കാനുണ്ട്. വരുന്ന 2 ദിവസങ്ങളിലായിട്ട് മാതൃഭൂമി ചാനൽ കൂടി അവർ സംപ്രേഷണം ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും 70 മണ്ഡലങ്ങൾ, അതായത് ആകെ 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ പകുതി നിയമസഭാ മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ ഫലം പൂർത്തിയാക്കുമ്പോൾ UDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം, പ്രത്യേകിച്ചും 14 മണ്ഡലങ്ങൾ LDFന്റെ സിറ്റിംഗ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് വ്യക്തമാക്കുന്നത്. അത് അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. അത് ചെറിയൊരു കാര്യവുമല്ല. UDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന, വലിയ ആവേശം നൽകുന്ന ഒരു കണക്ക് തന്നെയാണ്.